ഏറ്റവും വലിയ ദൈവവിളി ദൈവവചനമാണ്. വചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അഭിഷേകത്തിന്റെ മക്കളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. വലിയ അനോയിന്റിങ് നമ്മൾ സംഭവിക്കുന്ന കാണാൻ പറ്റും. വെളിപാട് 19:13-14 അവൻ രക്തത്തിൽ മുക്കി ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. ദൈവവചനമെന്നാണ് അവന്റെ പേര് തന്നെ. ഈശോയുടെ പേര് തന്നെ ദൈവവചനം എന്നാണ്. അത് വചനമാണ് ആത്മാവിന്റെ ആത്മാവിന്റെ വാളാണ്. അതല്ലാതെ നമ്മുടെ നാവിന്റെ വാക്കുകളെന്നോ ആത്മാവിൽ പ്രവർത്തിക്കുന്ന സംഭവമാണ്. ഈ വെളിപാട് 3:20 ഇതാ ഞാൻ വാതിലും മുട്ടുന്നു, ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്കാണ് ഈശോ വരുന്നത്. യോഹന്നാൻ 1:1-4 ആദിയിൽ വചനമുണ്ട്, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. ഈശോയെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ 1:14-15 വചനം മാംസമായിരുന്നു നമ്മുടെ ഈശോയെ കുറിച്ചാണ് പറയുന്നത്. വചനം എന്റെ വചനം, ഈ വചനം നമ്മളെ പൈശാചത്തെ തോൽപ്പിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:14 യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുന്നത്, കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, യുവാക്കന്മാരെ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കും, ദുഷ്ടനെ നിങ്ങൾ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവർ ലോകത്തുള്ളവർക്കും വചനമാണ്. ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാത്തിനും നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അല്ല, ലോകം നമ്മളെ തോൽപ്പിക്കും. ഇന്ന് യുദ്ധത്തിൽ തോറ്റുപോകുന്നതിന്റെ കാരണം നമുക്ക് ദൈവവചനമില്ലത്തില്ല. പടയാളികൾക്ക് വചനം വേണം, അല്ലെങ്കിൽ അവന് ആയുധം വേണം. ആയുധം വെച്ചാൽ വചനമാണ്.